രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അടക്കം നേരിട്ടിറങ്ങിയിട്ടും നാടിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കണ്ണീരൊപ്പി കാവൽ നിന്നിട്ടും അവസരങ്ങൾ ഏതുമില്ലാതെ പ്രതിപക്ഷ നിര ഒന്നാകെ ആശ്വാസവുമായി ഈ ദിവസങ്ങളിൽ അത്രയും അവിടെ നിൽക്കുമ്പോഴും 12ാം നാളിലും വാക്കുകളിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വേദനയാറാതെ മരവിച്ചു നിൽപ്പാണ് മഹാദുരന്ത ഭൂമി. രക്ഷാപ്രവർത്തനം എന്ന വാക്കിനി അപ്രസക്തമാണ്. മണ്ണാഴങ്ങളിൽ, സൂചിപ്പാറയ്ക്ക് താഴെ, ചാലിയാർ പുഴയോരത്ത് ഏതവസ്ഥയിൽ എത്ര ശരീരങ്ങളാണ് എന്നുപോലും തിട്ടമില്ലാത്ത അവസ്ഥ നമ്മൾ ജീവിക്കുന്ന ഈ കാലത്തിന്റെ കൊടുംനീറ്റിലല്ലെങ്കിൽ മറ്റെന്താണ്? പോയ 16 വർഷത്തിന്റെ മാധ്യമപ്രവർത്തന ജീവിതത്തിൽ രാജ്യത്തിന്റെ പല കോണുകളിൽ, പല ദുരന്തങ്ങളിൽ ശബ്ദം വിറയ്ക്കാതെ പ്രേക്ഷകരോട് വാർത്ത പറഞ്ഞാണ്. പക്ഷേ ഈ പോയ 8-9 ദിവസങ്ങൾ ദൈവമേ, ഈ നരകഭൂമിയിലേക്ക് ഇത് കാണാൻ വരേണ്ടിയിരുന്നില്ല എന്ന് ചങ്കുപൊടിഞ്ഞതാണ്. കണ്ട കഠിനമായ കാഴ്ചകൾ മരിക്കുവോളം മറക്കാവതാണോ? ആ വീടിരുന്ന സ്ഥലത്ത് കരയാൻ പോലും കരുത്തില്ലാതെ തലയ്ക്ക് കൈവച്ചിരുന്നൊരു പാവം പ്രവാസിയെ കണ്ടതാണ് നമ്മൾ. വാപ്പ, ഉമ്മ, ഭാര്യ, 3 മക്കൾ, സഹോദരങ്ങൾ, അവരുടെ കുടുംബങ്ങൾ, സ്വന്തമായതൊക്കെയും ഒരു പാതിരാത്രി മാഞ്ഞുപോയി ഒറ്റയ്ക്കായവനാണ്.